എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടിരിക്കുന്ന ഡ്രിഫ്റ്റ് വുഡാണ് ഇത് കേട്ടോ. അപ്പം ഇത് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജോലി. അപ്പോൾ ഒത്തിരി നാളായിട്ടിരുന്ന് അതിലെല്ലാം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടെറേറിയംസിനകത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാനും ഗാർഡൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന തടിയാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടെറേറിയത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കിയെടുത്ത ശേഷമാണ് ഇതിനകത്ത് നമ്മൾ ഓരോരോ ഡിസൈൻസ് ചെയ്യുന്നത്. ടെറേറിയം ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ലോങ് ലൈഫ് കിട്ടണം, അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രിഫ്റ്റ് വുഡൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കല്ലുകൾ, പെബിൾസ് ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഷൈനിങ്ങിൽ നിൽക്കും എല്ലാ സാധനങ്ങളും. അപ്പോൾ പ്ലാന്റ്സ് ആയാലും അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയ ടെറേറിയംസൊക്കെ നമ്മൾ എക്സിബിഷനായിട്ടും ഒക്കെ വന്നപ്പോഴത്തേക്കിനും കുറേ തീർന്നിട്ടുണ്ട്. അപ്പോൾ 1-2 എണ്ണം വീട്ടിലിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ ഇനി ഉണ്ടാക്കി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ 1-2 എണ്ണം ഓർഡറും ഉണ്ട്. അപ്പോൾ എല്ലാം ഇനി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ.